ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ബീഫ് വെച്ചിട്ടുള്ള ഒരു ഉഗ്രൻ ഇറച്ചിച്ചോറാണ്. അപ്പോൾ നമുക്ക് ഈ ബീഫ് വെച്ചിട്ടുള്ള ഈ ഇറച്ചിച്ചോറ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഈ ഇറച്ചിച്ചോറ് തയ്യാറാക്കാൻ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി പൗഡർ ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 3 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ബൗൾ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം വേപ്പില, പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ബീഫ് മസാല എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ വരെയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ 3 തക്കാളി, 4 സവോള, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഈ എരിവൊക്കെ ഇറച്ചിക്ക് കൊടുക്കുന്നത്, അതായത് ഇറച്ചിച്ചോറിന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകാണ്. അപ്പോൾ നമ്മൾ ഈ ചോറ് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഈ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഈ മുളക് പൊടി ഉണ്ടല്ലോ, അത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യണം, നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം, നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാൽ മതി, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും, അതായത് കാശ്മീരി മുളക് പൊടി, അത് കളർ കൊടുക്കാനാട്ടോ. എരിവ് നമുക്ക് ഇറച്ചിച്ചോറിക്ക് ആവശ്യത്തിനുള്ള എരിവ് നൽകുന്നത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന പച്ചമുളകുമാണ്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, റോസ്റ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് ഈ കുക്കറിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നന്നായി ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് 3 ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായി ചൂടായി വന്നിട്ടുണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലിൻ്റെ കണക്കൊക്കെ നമുക്ക് ചിലർക്ക് കുറക്കണം, ചിലർക്ക് കൂടണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ അതിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഞാനിവിടെ 3 ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഏകദേശം 2 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഏകദേശം കണക്കാക്കിയിട്ട് 2 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 8 പച്ചമുളകാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവുള്ള ഉണ്ട പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു 10 വരെയൊക്കെ നമുക്ക് ആക്കാം. പിന്നെ ഈ ഇഞ്ചി എന്ന് പറയുന്നത് ഒരു ഇത്തിരി വലിയ കഷ്ണം തന്നെ ഇഞ്ചിയും അതിൻ്റെ ഇരട്ടി വരുന്ന അത്രത്തോളം വരുന്ന വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം 2 പിടിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടി നന്നായി ചതച്ചത് എന്ത് ചെയ്യണം, നന്നായിട്ട് വാട്ടിയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ 4 സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വാടി വന്നതിന് ശേഷം നന്നായി വാടി വരാൻ വേണ്ടി നമുക്ക് ഈ തക്കാളി അതുപോലെ തന്നെ ഈ സവാളയൊക്കെ നന്നായി വാടി വരാൻ വേണ്ടി നമുക്ക് കുക്കറൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. ഈ സമയത്ത് നമുക്കിത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറിക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കണക്കാക്കിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം.
പിന്നെ അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ബാക്കിയായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സവാള നന്നായിട്ട് വാടി വരാൻ വേണ്ടി നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള വാടി വരാൻ വേണ്ടി അത്യാവശ്യം സവാള ഉണ്ടല്ലോ, അത് വാടി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ ഇറച്ചിച്ചോറൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ വേറൊരു പാത്രത്തിൽ ചോറ് വെച്ചിട്ട് അതിലേക്ക് ഈ കറി ഒഴിച്ചിട്ട് അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ തക്കാളി എന്ത് ചെയ്യുക, അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ ആ ചാറൊക്കെ നമുക്ക് അരിഞ്ഞ് വെച്ച പാത്രത്തിലുള്ള ചാറൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. കയ്യിൽ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുക്കറൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കുക്കർ തുറക്കുന്ന സമയത്ത് നന്നായിട്ട് എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നെയ്യും അതുപോലെ തന്നെ എല്ലൊക്കെ കുറച്ച് ഉണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് നെയ്യും എല്ലൊക്കെ ഇറച്ചിയൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു പീസാണ്, അങ്ങനത്തെ ഒരു കട്ടിങ് ബീഫ് ആണ് നമുക്കിവിടെ വേണ്ടത്. എനിക്കിവിടെ കുറച്ചാണ് എല്ലൊക്കെ കിട്ടിയിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഇത് വെച്ചിട്ടും വെക്കാം. പക്ഷേ എല്ലൊക്കെ കുറച്ച് ഉണ്ടായാൽ അതായിരിക്കും കൂടുതൽ ഇറച്ചിച്ചോറിന് ഒരു ടേസ്റ്റ് നൽകുന്നത്. അതുപോലെ അതിൻ്റെ നെയ്യൊക്കെ ഉള്ളത്, ഇവിടെ എല്ലും നെയ്യൊക്കെ കുറച്ചേ ഉള്ളൂ ഞാനെടുത്ത് ഈ 1 കിലോയിൽ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇറച്ചി ഇട്ട് കൊടുത്തതാണല്ലോ, അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി ഈ ബീഫിലേക്ക് നമുക്കിത് ആക്കി കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്ത് എല്ലാം കൂടിയിട്ട് നമുക്ക് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നമ്മൾ അരിഞ്ഞ് വെച്ച ആ ഒരു വലിയ ബോളും മല്ലിയില ഉണ്ടല്ലോ, അതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മറ്റേ ഇതുണ്ടല്ലോ മിൻറ്റ് ലീവ്സ്, അത് ഇട്ടിട്ടില്ല കേട്ടോ. പുതിനയില ഇട്ടിട്ടില്ല, വെറും മല്ലിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. പുതിനയില ഞാൻ ഇതിലിട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചോറ് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ നമ്മൾ എടുക്കുന്ന അരിയുടെ അളവിനേക്കാൾ 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെയാണല്ലോ എടുക്കാറ്. ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ 2 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കുറച്ചിട്ട് 2.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബാക്കി ഇറച്ചിയിലുണ്ടാവും. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, ചോറ് വെക്കണം. ചോറ് വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണിവിടെ. നമ്മൾ ഒനിയൻ എടുത്തതിൻ്റെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഹാഫ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. പിന്നെ
ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇത്രയും സ്പൈസസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുരുമുളക് പൊടി നോ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി അല്ല കേട്ടോ, ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒരു 2-4, പിന്നെ അതുപോലെ തന്നെ അത്ര അളവിന് ഗ്രാമ്പു, ഒരു ചെറിയ പട്ട, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ഇറച്ചി ആയതുകൊണ്ട്, ബീഫ് ആയതുകൊണ്ട് തന്നെ 1 കിലോ അരിയാണ് എടുത്ത് കഴുകി വെച്ചിട്ടുള്ളത്. ചെറിയ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമ്മളെപ്പോഴും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ. ഇനി നമുക്ക് സ്പൈസസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളി നന്നായി ചൂടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ ബാക്കി ഒനിയൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അരി നമ്മൾ റെഡിയാക്കി കഴുകി വെച്ചിട്ടുള്ള 1 കിലോ അരി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും അതിൻ്റെ കളറും ഒക്കെ എത്തുന്ന രൂപത്തിൽ നന്നായിട്ട് ഇതിൽ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെള്ളം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ അളവ് പാത്രത്തിൽ, അതായത് 1 ലിറ്ററിൻ്റെ ഒരു കപ്പുണ്ട്, അത് ഇതാണ്. ഈ കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ ഞാൻ 1.25 മാത്രമേ ഒഴിക്കുന്നുള്ളൂ. 1.25 കഷ്ടി 1.25 കേട്ടോ, 1.25 തികച്ചില്ല. ബാക്കി നമുക്ക് എന്തുണ്ട്, ഇറച്ചിയിൽ വെള്ളമുണ്ട് നന്നായിട്ട്. അപ്പോൾ അത് എന്താവും, നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള 1/2 ഗ്ലാസ് വെള്ളം പിന്നെ ഇറച്ചിയിൽ നിന്ന് ഓൾറെഡി ഇറങ്ങുന്ന വെള്ളമൊക്കെ കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചോറ് വേവാനുള്ള വെള്ളം കിട്ടും. അപ്പോൾ അത് മനസ്സിൽ കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ചോറ് നന്നായി കുഴഞ്ഞു പോകും. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഉണ്ടല്ലോ, അത് ഹാഫ് നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ആക്കി കൊടുക്കാം, പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബിരിയാണിക്ക് ദമ്മ് ചെയ്യുന്നത് പോലെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു മൂടി വെച്ചിട്ട് മൂടി കുറച്ച് നേരം ഒന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചോറൊന്ന് വറ്റി വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇറച്ചിക്കറി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അത്ര വരെ നമ്മളിത് വേവിച്ചിട്ടുള്ളൂ കേട്ടോ, ഈ ചോറ്. അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടില്ല, കുറച്ച് വേവ് ബാക്കിയുണ്ടല്ലോ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ ഇറച്ചിക്കറിയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തില്ലേ, ഇനി ഇതിൽ കിടന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ബാക്കി വേവ് വന്ന് സെറ്റാവാൻ, നമ്മുടെ ഈ ഇറച്ചിച്ചോറ് സെറ്റാവാൻ. ഇനിയാണ് ഫുള്ളായിട്ട് വെന്ത് ഇറച്ചിച്ചോറ് സെറ്റാവുന്നത്. അപ്പോൾ ഈ ഇറച്ചിക്കറി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് തട്ടി ഒതുക്കി ആക്കി ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് നമുക്ക് ദം ചെയ്തെടുക്കുന്നത് പോലെ എന്ത് ചെയ്യുക, ആദ്യം ഒരു തട്ട് വെച്ചിട്ട് നമുക്ക് അടച്ച് കൊടുക്കാം. വേറൊരു പാത്രം, വേറെ അടപ്പ് വെച്ചിട്ട് അതിന് മുകളിൽ നന്നായിട്ട് ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിൽ ദം ചെയ്യണ ഒരു അടപ്പുണ്ടല്ലോ, അത് വെച്ച് കൊടുത്ത് പിന്നെ നമുക്കൊരു മൂടി വെച്ച് നന്നായിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാര്യം നമ്മളിത് ഉരുളി ആയതുകൊണ്ട്, ഉരുളി നല്ല കട്ടിയുള്ള ഉരുളിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും ടൈം മതിയായി. ഒരു 25 മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും തന്നെ ചോറ് നല്ലതുപോലെ വെന്ത് റെഡിയായി കിട്ടി.
ഇപ്പം നമ്മുടെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആർക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഞാൻ തയ്യാറാക്കുന്ന വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ കമൻ്റ് ഇടുകയൊക്കെ വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. വ്യൂവേഴ്സൊക്കെ ഒരുപാടുണ്ട്. അത്യാവശ്യം സന്തോഷം, ഒരു 100 ഒക്കെ വ്യൂവേഴ്സ് കാണുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോവരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ല വിഭവമായിട്ട് വീണ്ടും കാണാം. തൽക്കാലം ബൈ.